വർഷങ്ങളുടെ തന്നെ കഷ്ടപ്പാടിൻ്റെ ഒരു അവസാനഘട്ട നിമിഷങ്ങളിലാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അത് കാണാനെത്തിയ എല്ലാവരും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഒരുപാട് നന്ദി. കഴിഞ്ഞ 6 മാസത്തെ കാത്തിരിപ്പാണ്. കാരണം ഒരിക്കലും ഇങ്ങനൊരു കാര്യം ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചതല്ല. അത് ഇങ്ങനൊരു ആഗ്രഹം എനിക്ക് ഉണ്ടായതും അതിന് തുടക്കം മുതൽ ഈ നിമിഷം വരെ എനിക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും സപ്പോർട്ട് ചെയ്ത ആളാണിത്. തിരക്കഥ എഴുതാൻ തന്നെ കാരണം അതെനിക്ക് മനസ്സിലാക്കിയിട്ട് തന്നതും പഠിപ്പിച്ചു തന്നതും പ്രശാന്തേട്ടനാണ്. ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് പ്രശാന്തേട്ടന്. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു കാര്യം തുടങ്ങണമെന്ന് ആഗ്രഹിച്ചപ്പോൾ നമുക്കറിയാം അതിൻ്റെ പുറകിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയൊന്നും വെച്ചിട്ടല്ല നമ്മളിങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി തിരിച്ചത്. അതിനെനിക്ക് തുടക്കത്തിൽ എനിക്ക് വളരെ വലിയ സപ്പോർട്ട് തന്ന കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ. അവരെ തീർച്ചയായിട്ടും അവരുടെ ഒരു കൈകൾ ഈ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇന്ന് ഈ സ്വപ്നം എനിക്ക് സാക്ഷാത്കരിക്കാൻ സാധിച്ചത്. അതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. നമസ്കാരം. ഈ പ്രൊജക്ട് തുടങ്ങിയപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് എന്തോ ഒരു സംതിങ് ആണ്, പക്ഷെങ്കിൽ ഇമ്പ്രൂവ്മെന്റ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് അതിന്റെ സീരിയസ്നെസ്സും കാര്യങ്ങളും പ്രശാന്ത് വന്നു, അവർ ടീം വന്നു, അപ്പോഴാണ് ഇത് സംതിങ് ആണെന്നുള്ള ഒരു ഫീലിംഗ് എനിക്കായി തുടങ്ങിയത്. പിന്നെ ഈ നിമിഷം അതുപോലെ തന്നെ ഈ നിങ്ങളുടെ ഈ സപ്പോർട്ട്, അമ്പലത്തിനുള്ള സപ്പോർട്ട്, അതുകൊണ്ടുള്ള നമ്മുടെ സപ്പോർട്ട് ചെയ്ത കുറേ ആൾക്കാരുണ്ട്, ഫിനാൻഷ്യലി, അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള നമുക്കുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് അതാണ് മെയിൻ. ഫിനാൻഷ്യലിയുടെ കൂട്ടത്തിൽ തന്നെ ഇങ്ങനെ ഒരു സംഭവം, കാരണം നമ്മൾ എല്ലാവരും ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതിൻ്റെ കൂടെ ഇങ്ങനൊരു സെറ്റപ്പ് ഇവിടെ വരെ ആക്കി തീർക്കാൻ കഴിഞ്ഞത് നിങ്ങളുടെ സപ്പോർട്ടും അതുപോലെ തന്നെ അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇത് കണ്ടു കഴിഞ്ഞിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഇനി നമുക്ക് ഇതിന്റെ നേരത്തെ നമ്മൾ പരിചയപ്പെട്ട ശ്രീ പ്രശാന്ത് മണിമല പ്രശാന്തായി നിങ്ങളോട് കുറച്ച് വാർത്തകൾ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ലേഖുവിൻ്റെ കഥ സ്മിതയോട് പറഞ്ഞപ്പോൾ ശരിക്കും ആ സ്റ്റോറി ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് പിന്നെ സാധാരണ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നേരിടുന്ന ഏറ്റവും വെല്ലുവിളി എന്ന് പറയുന്നതിൻ്റെ ഒരു സാമ്പത്തിക പ്രശ്നവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ സ്മിത പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ വന്നു. അതിനുപരി നമ്മുടെ ഓരോ കാര്യങ്ങളുടെ ഓരോ ബഡ്ജറ്റ് ഞാൻ സ്മിതയോട് പറയുമ്പോൾ ഞാൻ ബിനിച്ചേട്ടനോട് പറയാൻ കേട്ടോ എന്ന് പറഞ്ഞിട്ട് ബിനിച്ചേട്ടൻ പക്ഷെ അത് ഒരു ഏരിയയിൽ പോലും ഞാൻ ഇപ്പോൾ പറയും മ്യൂസിക്കിന് എത്ര രൂപ, എന്നിട്ട് എഫക്സ് ചെയ്യുന്നതിന് എത്ര രൂപ എന്നൊക്കെ സ്മിതയോട് പറയുമ്പോൾ അത് ബിനിച്ചേട്ടനോട് അവതരിപ്പിക്കും. ബിനിച്ചേട്ടനത് അത് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട കാര്യം എന്ന് പറയുന്നത് നല്ലൊരു കെട്ടുറപ്പുള്ള തിരക്കഥയും അത് നിർമ്മിക്കാനായിട്ടുള്ള ഒരാളുമാണ് വേണ്ടത്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ സംവിധാനയുടെ റോളും ഇത്രയും ഈ രണ്ട് കാര്യങ്ങൾ നന്നായാൽ മാത്രമേ ഒരു സിനിമ നന്നാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്ക് സ്മിതയോടും ബിനിച്ചേട്ടനോടും തീർത്താൽ തീരാത്ത നന്ദിയുണ്ട്. അതുപോലെ തന്നെ സ്മിതയുടെ ഇവിടുത്തെ ബിനിച്ചേട്ടൻ്റെ ഇവിടുത്തെ ഒരു സപ്പോർട്ട് അതെനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു സോങ് അമ്പലത്തിൽ ഷൂട്ട് ചെയ്തു. അതൊക്കെ നമ്മുടെ ഈ പ്രശാന്ത്, ദീപക്, നമ്മളെന്താണ് ഒരു ഉത്സവത്തിന്റെ ആംബിയൻസ് ആണ് നമ്മൾ ആഗ്രഹിച്ചത്. അവരത് അതുപോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് തന്നു. അതിന് പ്രശാന്തിനോടൊക്കെ ഒരു പ്രത്യേക നന്ദിയുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നമുക്ക് കണ്ടിട്ടുള്ള നമ്മൾ ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആകുന്ന നല്ലൊരു കഥയാണ്. അപ്പം അതെല്ലാം എനിക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഈ ഷോർട്ട് ഫിലിം നല്ലൊരു കാഴ്ചയൊരുക്കുമെന്നുള്ള വിശ്വാസത്തിൽ നന്ദി. എത്ര തിരക്കാണെങ്കിലും രാവിലെ കുറച്ച് സമയം ഞാൻ നടക്കാൻ കണ്ടെത്താറുണ്ട്. ഈ നടത്തത്തിനിടയിൽ ഞാൻ ഒരാളെ കണ്ടു. ആരോടും ഒന്നും മിണ്ടാതെ പടികളിലിരിക്കുന്ന
ഒരമ്മ. സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് ഉള്ളിൽ തട്ടി നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് ഫീൽ ചെയ്തെങ്കിൽ ആത്മാർത്ഥമായിട്ടൊരു കൈയ്യടി. കൺഗ്രാറ്റുലേഷൻസ് ഫസ്റ്റ് ഓഫ് ഓൾ. സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും കരയായിരുന്നു അവിടെ ഇരുന്നിട്ട്. ഞാൻ അമ്മയുടെ സ്ഥലത്ത് ഞാൻ എന്നെ തന്നെ കാണുകയായിരുന്നു അവിടെ. കാരണം നമ്മളെല്ലാവരും നമ്മുടെ ഫ്യൂച്ചർ എന്താണെന്ന് നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല അല്ലേ. ഇന്നത്തെ പ്രസന്റ് ജനറേഷൻ, ഇന്നത്തെ യങ് ജനറേഷൻ മസ്റ്റ് വാച്ച് ദിസ് മൂവി. നമ്മൾ മലയാളത്തിൽ ചൊല്ലുണ്ട്, മക്കളെ കണ്ടും മാമ്പൂ കണ്ടും അധികം സന്തോഷിക്കാൻ പാടില്ല അല്ലെ. നമ്മളെ കടമ ചെയ്തു, നമ്മളെ കുട്ടികളെ വളർത്തി വലുതാക്കി. എന്റെ രണ്ട് മക്കളെ രണ്ടുപേരും രണ്ട് സ്ഥലത്താ. സ്മിത ഇതിനകത്ത് നല്ലൊരു കാര്യമാണ് പറഞ്ഞിരിക്കണേ, എല്ലാ അമ്മമാരെയും കൂട്ടിച്ചേർത്തു. അപ്പൊ എന്റെയും ഞാനും പറയുന്നത് അത് തന്നെയാണ്, വാപ്പിയില് അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാവട്ടെ ഇൻ ഫ്യൂച്ചർ. അപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മുടെ വാർദ്ധക്യം അവിടെ ചെലവാക്കാം അല്ലെ, ചെലവഴിക്കാം. അങ്ങനെ ഒരു സ്ഥാപനത്തിന് ആരെങ്കിലും മുന്നോട്ട് വരിക എന്നാണ് എനിക്ക് പറയാനുള്ളത്. സത്യം പറഞ്ഞാൽ ഇപ്പോഴും കരയാണ്. ഒരു 2.5 മണിക്കൂർ ഒരു തിയേറ്ററിലിരുന്ന് മൂവി കണ്ട ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. പിന്നെ നമ്മുടെ വാപ്പിയിൽ ഇത്രയും നല്ല കലാകാരുണ്ട് എന്ന് കാണിച്ചു തന്നതിന് നന്ദി. ഇത്രയും ആൾക്കാര് എല്ലാ കലാകാരന്മാരും നമ്മുടെ വാപ്പിയിലാണ്. പിന്നെ നമ്മുടെ വാപ്പിയിലേക്ക് ഞാൻ എന്നും അവിടെ വൈകുന്നേരം നടക്കാൻ പോണ ആളാണ്. വാപ്പിക്ക് ഇത്രയും സൗന്ദര്യമുണ്ടെന്നും കണ്ടു അല്ലെ. എന്ത് പറ്റിയായിരുന്നു വാപ്പിയെ കാണാൻ. എല്ലാവിധ ആശംസകളും നേരുന്നു ഞാൻ. ഒരു ചൊല്ലുണ്ട്, 1000 miles of journey begins with a single step. അതിന്റെ ഒരു തുടക്കം ആവട്ടെ. ഇന്നും ഇതുപോലത്തെ മൂവീസ് ഉണ്ടാവട്ടെ അല്ലേ. എല്ലാവരും നേരിടുന്ന സ്മിതയ്ക്ക്. സ്മിത ഒരു കലാകാരിയാണ്. ഷീസ് എ പബ്ലിക് ഫിഗർ ആക്ച്വലി. സ്മിത അറിയാത്ത ആരും ഉണ്ടാവില്ല വാക്കിയില്. And definitely I will share the link with my children. They must watch this movie. Thank you. Great direction, super direction. കണ്ട ഒരു സിനിമയുടെ പ്രതീതി തന്നെയായിരുന്നു. എന്തായാലും ഈ 20 മിനിറ്റിൽ നമുക്ക് സമ്മാനിച്ച നല്ല ഫുൾ കഥ, നമ്മുടെ 2 മണിക്കൂറിലുള്ള ഒരു കഥ 20 മിനിറ്റ് കൊണ്ട് പറഞ്ഞത് 30 മിനിറ്റ്. സൂപ്പർ ഡയറക്ഷൻ. ഞാൻ ആദ്യം അത് തന്നെ പറയട്ടെ, പ്രശാന്ത് മണിമലയ്ക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ. പിന്നെ നമ്മുടെ വാപ്പിയിൽ എല്ലാവരും കണ്ട പോലെ തന്നെ തോന്നി. പെട്ടെന്ന് ഇത്രയും സമയത്തിനുള്ളിൽ കുറേ പേരെ ഇങ്ങനെ കാണിച്ചത് വളരെ നന്നായിരുന്നു. നല്ല ഇതായിരുന്നു. കഥയെ പറ്റി എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. നമുക്കൊക്കെ ഒരു കുറ്റബോധം തോന്നുകയാണ്. നമ്മൾ പ്രവാസികളായ നമ്മൾ മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും നമ്മൾ അച്ഛനെയും അമ്മയൊക്കെ വിട്ടിട്ട് നമ്മൾ ഇവിടെ വന്ന് ഇരിക്കണം. നമുക്ക് തന്നെ, എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു കുറ്റബോധമാണ്, നമുക്ക് അച്ഛനും അമ്മയും നോക്കാൻ പറ്റുന്നില്ലല്ലോ, നമ്മുടെ പാരൻസ് നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ ഇരിക്കുകയാണല്ലോ, പല അവസരങ്ങളിലും നമുക്ക് അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റണില്ലല്ലോ എന്ന് തോന്നാറുണ്ട്. എനിക്കെൻ്റെ മക്കളെ പറ്റിയല്ല ഞാൻ ആലോചിച്ചത്. എൻ്റെ മനസ്സിൽ എൻ്റെ അച്ഛനും അമ്മമാരെയാണ് വന്നത്. അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അവർ ചിലപ്പം നമ്മളെ ആഗ്രഹിക്കുന്നുണ്ടാവുമല്ലോ എന്നൊരു തോന്നലായിരുന്നു. ഇപ്പോഴും എനിക്കത് തന്നെയാണ് തോന്നുന്നത്. അറിയില്ല, സ്മിത ഗ്രേറ്റ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കരഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാണ്. കരഞ്ഞു പറഞ്ഞാൽ കുറച്ചൊക്കെ കാണാതെ മനസ്സിലായെങ്കിലും കണ്ടപ്പോഴാണ് സത്യത്തിൽ മനസ്സിലായത്. അതിൻ്റെ കഥയും തിരക്കഥ എഴുതിയ സ്മിത, സംവിധാനം ചെയ്യുന്ന പ്രശാന്ത് മണിമലയ്ക്ക് പ്രവർത്തിച്ച എല്ലാവർക്കും. പിന്നെ മുമ്പ് ടീച്ചർ പറഞ്ഞാൽ ഞാൻ ഒരു കാര്യത്തിൽ ഒരു എതിർപ്പ് പറയട്ടെ, ഒരു അനാഥാലയം വേണം, നമ്മുടെ അച്ഛനെ നമുക്ക് തന്നെ അങ്ങനെ എല്ലാവരും തീരുമാനിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും ഒന്നും പറയാനില്ല. അത്ര ദൃശ്യഭംഗിയായിരുന്നു. തുടങ്ങിയപ്പോൾ ഒരു കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. പനിയാണ് ഒരു സൈഡിൽ.
നമ്മുടെ അമ്മയല്ല അഭിനയിച്ചത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. ഞാനിത്രയൊന്നും പ്രതീക്ഷിച്ചില്ല, പക്ഷെ പ്രതീക്ഷിച്ചതിനേക്കാളും ഒത്തിരി അപ്പുറത്തായി. ഇതിനെയായതുകൊണ്ട് എനിക്ക് പിന്നെ അറിയായിരുന്നു നന്നാവുന്നു. അതിനപ്പുറത്തേക്ക് എത്തി എന്ന് പറയാം. എല്ലാ ആശംസകളും തുടർന്ന് ഇതൊക്കെ ഇനിയും ഇതുപോലെയുള്ള സ്ക്രിപ്റ്റുകൾ എഴുതാനും നന്നായി കൊണ്ടുപോകാനും എല്ലാവരും പങ്കെടുപ്പിക്കാനും എല്ലാത്തിനും അവസരം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ അനുഗ്രഹങ്ങളും എല്ലാ